ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? എല്ലാവരും സേഫല്ലേ? മഴയിൽ പലയിടത്തും വെള്ളം കയറുന്നു, വീടുകളൊക്കെ ഇതാവുന്നു എന്നുള്ള പല ന്യൂസുകളും നമുക്ക് ടി വിയിൽ വരുന്നുണ്ട്. എല്ലാവരും സേഫായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ വരും, നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ സ്ഥലം, എൻ്റെ വീടിൻ്റെ ബാൽക്കണി. ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒഴിവുള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ബാൽക്കണി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ചുറ്റും മരങ്ങളും വീടുകളും, പിന്നെ ഇവിടെ ഇരുന്നാൽ ട്രെയിന് പോണതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിവിടെ തന്നെയാണ് ഇരിക്കാറ്. നമ്മുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ഇവിടെയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് തോന്നും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇരുന്നിട്ടുള്ള വ്യൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എത്ര പേർക്ക് ഇഷ്ടമാവും എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് പ്രകൃതിയൊക്കെ എന്ന് എനിക്കറിയില്ല. എനിക്ക് മഴയും പച്ചപ്പും പ്രകൃതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ പോണത് കാണാം. പിന്നെ മരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നിളയാണ് കേട്ടോ ഭാരതപ്പുഴ. ഇപ്പം കാണില്ല, നമുക്ക് വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ മരങ്ങളെല്ലാം വളർന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. നമുക്ക് ഒന്ന് മൈൻഡ് റിലാക്സ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ദൂരെ എവിടേക്കും ടൂറൊന്നും പോകണ്ട, നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നാൽ തന്നെ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ കാണാം. ദൂരെയായിട്ട് മലയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സീനറീസാണ് ഇവിടെ കാണാൻ പറ്റുക. കാണുന്നുണ്ടോ? അവിടെ പരുന്തൊക്കെ പറക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. വീഡിയോ സൂം ചെയ്താലും കാണാൻ പറ്റുമോ എന്നറിയില്ല. കുറച്ച് ദൂരെയാണ്. നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. റെയിൽ പാളം കാണാനുണ്ടോ നിങ്ങൾക്ക്? അതിലൂടെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകും കേട്ടോ. ഇത് ഒറ്റപ്പാലം ടു പാലക്കാട്, കോയമ്പത്തൂർ ആ ട്രെയിൻ റൂട്ടാണ്, റെയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഇവിടെ അടുത്ത് നിന്ന് തന്നെ കാണാം. ട്രെയിൻ പോണതെല്ലാം നല്ല ഭംഗിയിൽ കാണാം. ആ ഭാഗമാണ് നമുക്ക് മായന്നൂർ പാലമൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ മായന്നൂർ പാലം ബിൽഡിങ് ഒരു വൈറ്റ് കളർ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അവിടെയാണ് നമുക്ക് മായന്നൂർ പാലം വരുന്നത്. നമ്മുടെ ഒറ്റപ്പാലത്തിനോട് ചേർന്നിട്ട് മായന്നൂർ പോകുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട്. അത് വരുന്നത് നമുക്കിവിടെ നോക്കിയാൽ അത്ര ക്ലിയർ ആയി കാണില്ല. നൈറ്റൊക്കെ ആകുമ്പോൾ മരങ്ങൾ ഇത്ര വളർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോൾ നമുക്ക് ലൈറ്റ് എല്ലാം കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ആ കാണുന്നൊരു ബിൽഡിങ് കണ്ടോ, അതാണ് നമ്മുടെ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൻ്റെ അടുത്തുള്ള ലാഡർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ ലൈറ്റ് കത്തുന്നത് കാണാം കേട്ടോ. ആ ബിൽഡിങ്ങിന് ഓരോ വീടുകളിലും ലൈറ്റ് ഇടുമ്പോൾ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സാമർത്ഥ്യക്കാരൻ പോകണുണ്ടോ? ഇതേ പോകണുണ്ടോ നിങ്ങൾ കണ്ടോ? ഇതിഷ്ടം പോലെയാണ് ഇവിടെ കേട്ടോ. പൂച്ചകൾ, ഒത്തിരി പൂച്ചകളാണ്, കുറച്ചൊന്നുമല്ല. പൂച്ചകളുടെ നാടെന്ന് പറയാം ശരിക്ക്. അത്രയും പൂച്ചകളാണ്. നമ്മളെവിടെ നോക്കിയാലും പൂച്ച തട്ടി മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും പൂച്ചക്കുട്ടികളും നായകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അതിൻ്റെ പൂവ് കാണാൻ പറ്റുന്നുണ്ട്, റെഡ് കളറായിട്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെന്താ പേര് പറയാമെന്നറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പൂമരം എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താണ് ആ മരത്തിന് പറയുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ പൂമരം എന്ന് പറയുന്നത് നിറയെ റെഡ് പൂക്കളായിട്ട് സൂം ചെയ്ത് അത്രേ പറ്റുന്നുള്ളൂ. ഒരു റെഡ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്, കാണാനുണ്ടോ നിങ്ങൾക്ക്?
ഇത് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് വഴി കഞ്ചിക്കോട്, കോയമ്പത്തൂർ, അങ്ങനെ പഴനി അങ്ങനെയൊക്കെ പോകുന്ന ട്രെയിനുകളാണ് ഇട്ടത്തിലേ വരിക. ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ട്രെയിനുകൾ. നിങ്ങൾക്ക് ട്രെയിൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ സൂം ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല രസമാണിത് കാണാൻ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേ ട്രെയിന് പോകുന്നതുകൊണ്ടേ മുൻപൊക്കെ എന്നും വന്ന് കാണുമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ജോലിയും തിരക്കൊക്കെ ആകുന്നതുകൊണ്ട് എപ്പോഴും ഇല്ല. അതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് മുകളിൽ വന്ന് കാണും, ഇല്ലെങ്കിൽ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കാണും. ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബാൽക്കണി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് ബാൽക്കണി എന്ന് പറയുന്നത്. പ്ലേസായ എൻ്റെ ബാൽക്കണി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ചത് അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ ഈ പ്രകൃതിയും അതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ അറിയിക്കുക. അതുപോലെയുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം.